ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ഗുണന സമവാക്യങ്ങളിലെ പേജ് നമ്പർ 66 ആദ്യത്തെ ചോദ്യമാണ്. ഇവിടെ ചോദ്യത്തിൽ ഒന്നാമത്തെ പാർട്ട് പറയുന്നത് 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും 2 മിച്ചം വരുന്ന ഒരു സംഖ്യയുടെയും ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം എത്രയാണെന്ന് നമ്മൾ പല നമ്പർ എടുത്തും ചെയ്യണം. അതേപോലെ തന്നെ ബീജഗണിത രൂപത്തിലും ചെയ്യണം, ആൾജിബ്രൈക് ഫോമിലും ചെയ്യണം, നമ്പർ എടുത്തും ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 മിച്ചം വരുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 4ആണ്. 4നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരും, ശിഷ്ടം 1 വരും. അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 6ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 7 കിട്ടും. അപ്പോൾ 7നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വന്നോളും. ഇനി അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9, 9ൻ്റെ കൂടെ 1 കൂട്ടി എടുത്താൽ മതി, അതായത് 10. 10നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരും. ഇനി മിച്ചം 2 വരുന്ന സംഖ്യകൾ നമുക്ക് നോക്കാം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2 വരുന്ന സംഖ്യ, അതായത് 5നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2 വരും. 8നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2 വരും. 11നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2 വരും. ഇനി ഈ സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. ഗുണനഫലം കണ്ടു കഴിയുമ്പോൾ മിച്ചം എന്ത് വരും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മിച്ചം 1 വരുന്ന 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരുന്ന സംഖ്യയാണ് 4. 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2 വരുന്ന സംഖ്യയാണ് 5. ഇത് തമ്മിൽ ഗുണിക്കുക. ഇപ്പോൾ 4 ഗുണം 5 20 വരും. 20ൽ മിച്ചം 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം എത്ര വരും എന്ന് നോക്കാം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ഗുണം 6 18ആണ്. ഇപ്പം മിച്ചം 2 വന്നു. ഇനി 7നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1ആണ്. 8നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2. ഇത് തമ്മിൽ ഗുണിക്കുക. 56. 56നെ 3 കൊണ്ട് ഹരിക്കണം. 56നെ 3 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 5-നകത്ത് 3 ഒരു പ്രാവശ്യം, മിച്ചം 2 ഉണ്ട്. 26-നകത്ത് 3 കൊണ്ട് ഹരിക്കുമ്പം 8 പ്രാവശ്യം 24, മിച്ചം നമുക്ക് അതേ 2 തന്നെയാണ് കിട്ടിയത്. ഇവിടെയും അതുപോലെ 10 എന്ന് പറയുന്നത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1ആണ്. 11നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2ആണ്. ഇനി ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ 110 കിട്ടും. ഇനി ഈ 110നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 11-നകത്ത് എത്ര 3 ഉണ്ട്? 3, ശിഷ്ടം 2, 20. 20-നകത്ത് 3 6 പ്രാവശ്യം, അതായത് 18, മിച്ചം 2. എല്ലായിടത്തും മിച്ചം 2 തന്നെയാണ്. ഇനി ഇതിനെ നമുക്ക് ബീജഗണിത രൂപത്തിൽ എഴുതണം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരുന്ന സംഖ്യ. 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 ഇല്ല എങ്കിൽ അതിനെ 3x എന്ന് എഴുതാം. ബീജഗണിത രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ x ഇട്ട് തന്നെ എഴുതണം. അപ്പോൾ ബീജഗണിത രൂപത്തിലാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരണം. 3x എന്ന് പറഞ്ഞാൽ 3 ഗുണം x. 3 കൊണ്ട് ഗുണിച്ചിരിക്കുക, അപ്പോൾ അവിടെ മിച്ചം 1 വരികയില്ല. പക്ഷെ മിച്ചം 1 വരണമെങ്കിൽ അതിൻ്റെ കൂടെ 1 കൂട്ടണം. അപ്പോൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരുന്ന സംഖ്യയാണ് 3x + 1. ഇനി 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2 വരണം. അപ്പോൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ 3x, അതിൻ്റെ കൂടെ മിച്ചം 2 വരേണ്ടതുകൊണ്ട് 2 കൂട്ടണം. ഇനി ഇവയുടെ ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഗുണനഫലം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മിച്ചമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് ഒന്നാമത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ നമ്പറായ 3x-നെ രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ നമ്പറായ 3x കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3x × 3x. ഇനി 3x-നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ പ്ലസ് ആണെല്ലാം. അപ്പോൾ +3x × 2.
ഇനി 1-നെ 3x കൊണ്ട് ഗുണിക്കുക. +1 × 3x +1 × 2. നമുക്കറിയാം ടേംസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്ലസോ മൈനസോ കൊണ്ടാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ഇടുക. ഇനി 3x × 3x നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക. 3 × 3 9, x × x x². ഇനി ഇവിടെ നമ്പേഴ്സ് ഗുണിക്കുക. 3 × 2 6 6x. ഇവിടെ 1 × 3 3 3x 1 × 2 2. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം 9x². 9 എന്ന് പറയുന്നത് 3യുടെ ടേബിളിലുണ്ട്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും വരികയല്ല, റിമൈൻഡർ 0 ആണ്. രണ്ടാമത്തെ ടേം 6x. 6 എന്ന് പറയുന്നത് 3യുടെ ടേബിളിലുണ്ട്. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അഥവാ മിച്ചം ഒന്നും വരികയല്ല. ഇനി 3x-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും മിച്ചം ഒന്നും വരികയില്ല, കാരണം 3 എന്ന് പറയുന്നത് 3യുടെ ടേബിളിലുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ 3 ടേംസിലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചം ഒന്നും വരികയില്ല. പക്ഷെ ബാക്കി കിടക്കുന്ന 2-നകത്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചം വരും. അതായത് ഈ 2ആണ് നമ്മുടെ മിച്ചമായിട്ട് അഥവാ റിമൈൻഡർ ആയിട്ട് വരുന്ന സംഖ്യ. അപ്പം നമ്മൾ ബീജഗണിത രൂപത്തിലും മിച്ചം 2 കണ്ടു. അല്ലാതെ കുറേ നമ്പർ എടുത്ത് നമ്മൾ നോക്കിയപ്പോഴും മിച്ചം 2 നമുക്ക് കിട്ടി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യ. അപ്പം 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 മിച്ചം വരണമെങ്കിൽ 4ൻ്റെ കൂടെ 1 കൂട്ടണം. അപ്പോൾ 5. ഇനി 2 മിച്ചം വരുന്ന ഒരു സംഖ്യ, അതായത് 6. ഇനി അവയുടെ ഗുണനഫലത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് കുറേ സംഖ്യകൾ എടുത്ത് നോക്കണം. അപ്പം 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരുന്ന അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 4 × 2 8. 8ൻ്റെ കൂടെ 9 കൂട്ടണം, 1 കൂട്ടണം. അപ്പോൾ 9 കിട്ടും. മിച്ചം 2 വരണമെങ്കിൽ 10. ഇനി 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരുന്ന സംഖ്യ അടുത്ത 4 × 3 എന്ന് പറയുമ്പോൾ 12. 12ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 13. മിച്ചം 2 വരണമെങ്കിൽ 14. അപ്പോൾ ഇവിടെ ഗുണനഫലം കണ്ടു നോക്കണം. 6 × 5 എന്ന് പറഞ്ഞാൽ 30. ഇവിടെ 90. ഇനി ഇത് നോക്കിക്കേ, ഈ 2 കാണുമ്പോഴേ നമുക്ക് മിച്ചം കിട്ടും. 30-നെ 4 കൊണ്ട് ഹരിക്കണം. 30-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം എത്ര ആണെന്ന് നോക്കണം. 30-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 7 കിട്ടും. 7 × 4 28. ഇപ്പം മിച്ചം 2 കിട്ടി. അതുപോലെ 90-നെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 9-നകത്ത് 4 2 പ്രാവശ്യം. മിച്ചം 1. 10-നകത്ത് 4 2 പ്രാവശ്യം. വീണ്ടും മിച്ചം ഉണ്ടല്ലോ 2. അപ്പോൾ 2ആണ് മിച്ചം വരുന്നത്. ഇനി ഇതിനെ നമുക്ക് ബീജഗണിത രൂപത്തിൽ എഴുതണം. ബീജഗണിത രൂപത്തിൽ എഴുതുമ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ, അപ്പം 4x എന്ന് എടുക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 വരണം. അപ്പോൾ എത്ര കൂട്ടണം? 1 കൂട്ടുക. ഇനി 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2 വരണം. അപ്പോൾ 4x + 2. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ ഗുണനഫലത്തിൻ്റെ മിച്ചം എത്രയാണ്? 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള മിച്ചം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ 4x-നെ 4x കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 4x × 4x എന്ന് വരും. ഇനി +4x × 2. രണ്ടാമത്തെ പദവുമായിട്ട് ഗുണിച്ചു. 4x കൊണ്ട് ഗുണിക്കേണ്ടത് കഴിഞ്ഞു. ഇനി +1 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. +1 × 4x +1 × 2. ഇനി നമുക്കറിയാം പദങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നത് പ്ലസ് കൊണ്ടോ മൈനസ് കൊണ്ടോ ആണ്. ഇപ്പം നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക. 4 × 4 16, x × x x². 4 × 2 8 8x. 1 × 4 4 4x. 1 × 2 2.
4 കൊണ്ട് ഹരിക്കുക ചെയ്യുന്നത്. അപ്പം 4ൻ്റെ ടേബിളിൽ 16 ഉണ്ട്, 8 ഉണ്ട്, 4 ഉണ്ട്. അപ്പം ആദ്യത്തെ ഈ 3 ടേമിനെയും 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം ഒന്നും വരികയില്ല. പക്ഷെ അവസാനത്തെ ഈ 2നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 2 തന്നെ വരും. അപ്പോൾ നമുക്ക് അവിടെയും നമ്പർ എടുത്ത് നോക്കുമ്പോഴും 2 തന്നെയാണ് മിച്ചം വന്നത്. ബീജഗണിത രൂപത്തിലും 2 തന്നെയാണ് മിച്ചം വന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: അടുത്തടുത്തുള്ള 6 എണ്ണൽ സംഖ്യകളിൽ അറ്റത്തുള്ള 2 സംഖ്യകളുടെയും നടുക്കുള്ള 2 സംഖ്യകളുടെയും ഗുണനഫലം തമ്മിലുള്ള വ്യത്യാസം കാണണം. അപ്പോൾ അടുത്തടുത്തുള്ള 6 എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ അടുത്തടുത്തുള്ള 6 എണ്ണൽ സംഖ്യകൾ നമുക്ക് ആദ്യം എഴുതാം. 1, 2, 3, 4, 5, 6. ഇതിലെ ആദ്യത്തെ അവസാനത്തും സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. ആദ്യത്തതും അവസാനത്തതും തമ്മിൽ ഗുണിക്കുമ്പോൾ 1 ഗുണം 6, 6 കിട്ടി. ഇനി നടുക്കത്തെ 2 കൂടെ ഗുണിക്കുക. അപ്പോൾ 3 ഗുണം 4, 12 എന്ന് വന്നു. ഇനി അവ തമ്മിലുള്ള വ്യത്യാസം, അപ്പോൾ 12ൽ നിന്ന് 6 പോകുമ്പോൾ 6 ആണ്. ഇനി നമുക്ക് വേറെ എണ്ണൽ സംഖ്യകൾ എടുക്കാം. എവിടെന്നെങ്കിലും തുടങ്ങാം. അപ്പോൾ 4 തുടങ്ങാം. 4, 5, 6, 7, 8, 9. ആദ്യത്തെ അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ ഗുണിക്കാം. 4 ഗുണം 9, 36. ഇനി നടുക്കത്തെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കാം. 6 ഗുണം 7, 42. ഇനി അവ തമ്മിലുള്ള വ്യത്യാസം, അപ്പം 42ൽ നിന്ന് 36 കുറയ്ക്കുക. അപ്പോൾ വ്യത്യാസം 6 കിട്ടി. അപ്പോൾ രണ്ടിടത്തും വ്യത്യാസം 6 കിട്ടി. ഇനി നമുക്ക് എണ്ണൽ സംഖ്യകൾ ബീജഗണിത രൂപത്തിൽ എഴുതാം. അപ്പോൾ ബീജഗണിത രൂപത്തിൽ എഴുതുമ്പോൾ നമുക്ക് ഒന്നാമത്തെ സംഖ്യ, ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനാണെങ്കിൽ ആറാമത്തെ സംഖ്യ, സിക്സ്ത് നമ്പർ എന്തെഴുതും? ഒന്നാമത്തെ സംഖ്യ 1 ആണെങ്കിൽ ആറാമത്തെ സംഖ്യ 6 കിട്ടി. അതായത് 1നേക്കാൾ 5 കൂടുതലാണ്. ഇവിടത്തെ ഒന്നാമത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ ആറാമത്തെ സംഖ്യ എക്സ് പ്ലസ് 5 ആയിരിക്കും. ഇനി ഈ ഒന്നാമത്തതും ആറാമത്തതും തമ്മിലാണല്ലോ ഗുണിക്കേണ്ടത്. അപ്പോൾ അതെന്താ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 5 പ്ലസ് 5x, എക്സ് സ്ക്വയർ പ്ലസ് 5x എന്ന് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും വേണം. അപ്പോൾ ഒന്നാമത്തെ നമ്പർ എക്സ് ആണെങ്കിൽ തേർഡ് നമ്പർ, മൂന്നാമത്തെ നമ്പർ എന്തായിരിക്കും? ഒന്നാമത്തെ നമ്പർ 1 ആണെങ്കിൽ മൂന്നാമത്തെ നമ്പർ 3 കിട്ടണമെങ്കിൽ 1ൻ്റെ കൂടെ 2 കൂട്ടിയത്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ എക്സ് ആണെങ്കിൽ മൂന്നാമത്തെ നമ്പർ കിട്ടണമെങ്കിൽ എക്സിൻ്റെ കൂടെ 2 കൂട്ടണം. ഇനി നാലാമത്തെ നമ്പർ എക്സിൻ്റെ കൂടെ 3 കൂട്ടണം. ഇനി ഇത് തമ്മിൽ ഗുണിക്കുക. അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ വരും, പ്ലസ് എക്സ് ഇൻറ്റു 3 പ്ലസ് 3x വരും, പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2x വരും, പ്ലസ് 2 ഇൻറ്റു 3 6 വരും. ഇനി ഇത് രണ്ടും ലൈക്ക് ടേംസാണ്. ഇത് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം. 3xും 2xും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5x വന്നു. അപ്പം നമുക്ക് എന്തെഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കാണേണ്ടത്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 5xും എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6ഉം തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ 6 ആണല്ലോ വ്യത്യാസം. അപ്പോൾ ബീജഗണിത രൂപത്തിൽ എഴുതിയപ്പോഴും 6 കിട്ടി, സംഖ്യകൾ എടുത്ത് എഴുതിയപ്പോഴും 6 കിട്ടി. അപ്പോൾ വ്യത്യാസം 6 ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.